relationship of managerial economics with microeconomics. Managerial economics microeconomics managerial economics is closely related to microeconomics theory or microeconomics. Managerial economics microeconomics അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് സബ്ജക്റ്റുകളാണ്. Managerial economics makes use of microeconomic concepts such as elasticity of demand, marginal analysis, market structures, etc. in managerial decision making. Managerial economics ഉപയോഗിക്കപ്പെടുന്ന മൈക്രോ എക്കണോമിക് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, മാർജിനൽ അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചർ മുതലായവയാണ്. ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കുക. മൈക്രോ എക്കണോമിക് അനാലിസിസ് is highly helpful in the formulation of business policies. ഒരു ഫേമിനെ സംബന്ധിച്ച് അതിന്റെ നയരൂപീകരണം നടത്തുന്നതിൽ മൈക്രോ ഇക്കണോമിക്സിന് പ്രമുഖമായ സ്ഥാനമുണ്ട്. മൈക്രോ എക്കണോമിക്സ് can improve decision making in business through demand and cash analysis. ബിസിനസിന്റെ ഡിമാൻഡ് ക്യാഷ് അനാലിസിസിലൂടെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ മൈക്രോ ഇക്കണോമിക്സ് കഴിയും. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നതിലും മൈക്രോ ഇക്കണോമിക്സ് മാനേജർ ഇക്കണോമിക്സ് സഹായിക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ് സഹായിക്കുന്നു. ദസ് മാനേജർ ഇക്കണോമിക്സ് ഡിപ്പെൻഡ്സ് മോർ അപ്പോൺ മൈക്രോ ഇക്കണോമിക്സ്. നമുക്ക് പറയാം മാനേജർ ഇക്കണോമിക്സ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിനെയാണ്. ഇൻ ഷോർട്ട്, മാനേജർ ഇക്കണോമിക്സ് മേക്സ് യൂസ് ഓഫ് mostly microeconomic theories and concepts. Thus, managerial economics is more related to microeconomics than to macroeconomics. ഏറ്റവും കൂടുതൽ മൈക്രോ എക്കണോമിക് തിയറികളും കൺസെപ്റ്റുകളുമാണ് മാനേജർ ഇക്കണോമിക്സ് ഉപയോഗിക്കുക. മാനേജർ ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്നത് മാക്രോ ഇക്കണോമിക്സിനേക്കാൾ കൂടുതലായും മൈക്രോ ഇക്കണോമിക് കൺസെപ്റ്റുകളാണ്. മറ്റൊന്ന് റിലേഷൻഷിപ്പ് ഓഫ് മാനേജർ ഇക്കണോമിക്സ് വിത്ത് മാക്രോ ഇക്കണോമിക്സ്. ഇനി മാനേജർ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് നോക്കാം. മാനേജർ ഇക്കണോമിക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാക്രോ ഇക്കണോമിക്സ് ഓൾസോ. മാനേജർ ഇക്കണോമിക്സ് മാക്രോ ഇക്കണോമിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദി കൺസെപ്റ്റ്സ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആർ മോർ യൂസ്ഫുൾ ഇൻ മാനേജർ ഇക്കണോമിക്സ്. പല മാക്രോ ഇക്കണോമിക് കൺസെപ്റ്റുകളും മാനേജർ ഇക്കണോമിക്സിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ദി ഇമ്പോർട്ടന്റ് മാക്രോ ഇക്കണോമിക് കൺസെപ്റ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ മാനേജർ ഇക്കണോമിക്സ് include concepts of business cycle, national income, employment, investment, etc. മാനേജർ ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന മാക്രോ എക്കണോമിക് ആശയങ്ങൾ എന്ന് പറഞ്ഞ പ്രധാനമായും ബിസിനസ് സൈക്കിള്, നാഷണൽ ഇൻകം, എംപ്ലോയ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മുതലായവയാണ്. മാക്രോ എക്കണോമിക്സ് ഹെൽപ്സ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ബിസിനസ് ഓപ്പറേറ്റ്സ്. ഒരു ബിസിനസ് പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകളെ വ്യക്തമാക്കി മനസ്സിലാക്കാനായിട്ട് മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനും മുൻകൂട്ടി കാണാനും ഒക്കെ മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് enables the managers to formulate policies relating to production, price, etc. In short, macroeconomics helps to improve the quality of business decisions. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച്, ബിസിനസ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവരുടെ നയങ്ങൾ രൂപീകരിക്കുന്നതിലും അവരുടെ പ്രൊഡക്ഷൻ ഉൽപാദന നയങ്ങൾ രൂപീകരിക്കുന്നതിലും പ്രൈസുമായി ബന്ധപ്പെട്ട നയ രൂപീകരണത്തിലും ഒക്കെ മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റും ബിസിനസ് ഡിസിഷൻസിന്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ മാക്രോ എക്കണോമിക്സ് കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ഓഫ്
മാനേജർ ഇക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സും മാനേജർ ഇക്കണോമിക്സും തമ്മിലുള്ള ബന്ധം നോക്കാം. Statistics is very useful in managerial economics. Managerial economists will have to collect, process, and analyze data for decision making. Statistical techniques are used for collecting, processing, and analyzing data. Managerial economics statistics വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. മാനേജർ ഇക്കണോമിക്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഡാറ്റ കളക്ട് ചെയ്യണം, പ്രോസസ് ചെയ്യണം, അനലൈസ് ചെയ്യണം, അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കണം. അപ്പൊ ഈ പറയുന്ന കളക്ഷനും പ്രോസസ്സിങ്ങും അനലൈസിങ്ങും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതങ്ങളാണ്. The statistical tools like theory of probability, forecasting techniques, trend projections, multiple regression techniques, etc. are used for forecasting future events. ഭാവിയെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ചില സങ്കേതങ്ങളാണ് തിയറി ഓഫ് പ്രോബബിലിറ്റിയും ഫോർകാസ്റ്റിംഗ് ടെക്നിക്സും ട്രെൻഡ് പ്രൊജക്ഷൻസും മൾട്ടിപ്പിൾ റിഗ്രഷൻ ടെക്നിക്സും ഒക്കെ തന്നെ. സിമിലർലി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി like the mean, the median, and the mode, and the measures of dispersion, correlation, regression, methods of least squares, etc. are used in managerial economics in the decision making process. Managerial economics തീരുമാനങ്ങൾ എടുക്കുന്ന ആ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മറ്റു ചില ടൂൾസ് ആണ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, ലീസ്റ്റ് സ്ക്വയേഴ്സ്, ഇതൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് പറയാൻ കഴിയും. ഇതൊക്കെയാണ് മാനേജറിയൽ ഇക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള ബന്ധങ്ങൾ. ഓക്കെ.